ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് യൂണിവേഴ്സിറ്റി നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമുക്കിവിടെ നൈട്രോസോട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയും അതുപോലെ തന്നെ അതിലോട്ട് പെട്ടെന്ന് അതായത് എന്താണെന്ന് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നിയന്ത്രിക്കുക എന്നാണ് ആദ്യത്തെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു എടുത്തുചാട്ടം, എന്ത് കാര്യത്തിനുമുള്ള ആ ഒരു എടുത്തുചാട്ടം ഈ ഒരു സമയത്തൊന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത് എന്താണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂൺ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തൊക്കെയോ കാര്യത്തിനായിട്ട് ഒരു വ്യക്തത തേടുന്ന ഒരു എനർജിയിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് വളരെയധികം അസ്വസ്ഥമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഓവർ തിങ്കിങ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തു ചാടി ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യേണ്ട, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ക്ഷമയോട് കൂടി ഒന്ന് കാത്തു നിൽക്കുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ആ ഒരു സമയമാകുമ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അരികിലോട്ട് കൊണ്ട് വന്നെത്തിക്കുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഫൈവ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് മുൻപ് ഈ ഒരു അടുത്ത സമയത്തായിട്ട് ഏതോ ഒരു വ്യക്തി നിങ്ങളെ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെ വേദനിപ്പിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം, അതായത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു മനസ്സിന് വളരെയധികം ഒരു ദുഃഖമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത ആ ഒരു കർമ്മയ്ക്കുള്ള ആ ഒരു ഫലം തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുവാനോ അതല്ലെങ്കിൽ പ്രതികാരം ചെയ്യുവാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് ക്ഷമയോട് കൂടി ഒന്ന് കാത്തു നിൽക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സെവൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി ഇവിടെ ലഭിച്ചതായിട്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം നിങ്ങൾ ഒന്നും, അതായത് ഇതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് പോകേണ്ട, പകരം ഇപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു ചീറ്റിംഗ് നിങ്ങൾക്ക് ഏറ്റത്, ആ ഒരു വ്യക്തിയിൽ നിന്ന് അതല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോകുവാനായിട്ടുള്ള ഒരു സൂചനയാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് ആ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും തുടരുന്നത് ഇവിടെ അപകടമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് പിന്മാറി പോവുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഫാമിലിയിലോട്ട് നിങ്ങൾ പോകുവാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിലൂടെ നിങ്ങൾക്കൊരു സമാധാനം വരുമെന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു സമയത്ത് ഫാമിലിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോട്ട് മടങ്ങുക എന്നുള്ളൊരു സൂചനയും ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് മറ്റെവിടേക്കോ ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും പതുക്കെ നിങ്ങൾ തിരിച്ചു നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആളുകൾ നിൽക്കുന്നത് ആ ഒരു സ്ഥലത്തോട്ട് തന്നെ നിങ്ങൾ തിരികെ പോകുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജ് എന്താണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ചില അറ്റാച്ച്മെന്റുകളിൽ കുടുങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ തരത്തിലുള്ള
ഒരു ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്ത് വരിക. അതല്ലെങ്കിൽ അത് കൂടുതൽ അപകടത്തിലോട്ട് പോകുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തൊക്കെയോ ഒരു അഡിക്ഷൻ ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അതിൽ നിന്നൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത്. ടു ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുവാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അതായത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ നോയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു രണ്ട് കാര്യങ്ങളെ ഇവിടെ കൊണ്ടുപോകുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ അനുവദിക്കുന്നില്ല. പകരം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യം അത് തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടു കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് എന്താണ് എനിക്ക് ആവശ്യമുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങളൊന്ന് മാറുക എന്നാണ് പ്രധാനമായിട്ടും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.